കുടുംബ ബന്ധം മുറിച്ച ആൾക്കാർ വഅദിന്റെ മജ്‌ലിസിൽ വന്നിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ളതാ ചോദ്യം. കുടുംബ ബന്ധം മുറിച്ചിട്ട് ഈ വഅദിന്റെ മജ്‌ലിസിൽ വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു മറുപടി അപ്പൊ നിങ്ങൾ ചോദിച്ചിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ സമയമാകുമ്പോൾ അവിടെ നിന്ന് പറയുമായിരുന്നു, കുടുംബ ബന്ധം മുറിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് പൊക്കോളാൻ പറയണം. ഇവിടെ ആരും ഇരിക്കരുത്. കുടുംബ ബന്ധങ്ങൾ മുറിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മജ്‌ലിസിൽ ഇരിക്കരുത്, നിങ്ങൾ എഴുന്നേറ്റ് പോകും. നിങ്ങൾ എവിടെയിരുന്ന ദുആ സ്വീകരിക്കില്ല. കുടുംബ ബന്ധം മുറിച്ച ആരെങ്കിലും ഈ മജ്‌ലിസിൽ ഇരിപ്പുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് പോകണം. ഇവിടെ ഇരുന്നാൽ ദുആ സ്വീകരിക്കില്ല എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇത് മതി. ആ മുറിച്ച ആള് 3 ദിവസത്തിൽ കൂടുതൽ ഒരാൾ പിണങ്ങിയിരിക്കരുത്. ഈ പരാതിയുള്ള സഹോദരിയോട് നീ എന്ത് ചെയ്യണമെന്നറിയോ? ധൈര്യമായിട്ട് നിന്നോട് പിണങ്ങിയിരിക്കുന്ന ആളോട് പോയി നീ സലാം പറയണം. അവൾ മടക്കുകയോ മടക്കാതിരിക്കുകയോ കളിയാക്കുകയോ കളിയാക്കാതിരിക്കുകയോ ആട്ടിയിറക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്യട്ടെ, നീ സലാം പറഞ്ഞു നിനക്ക് സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ വീട് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മടക്കുന്നത് മടക്കാതിരിക്കുന്നത് അവളുടെ ഇഷ്ടം. നീ എന്തിനാ പേടിക്കണേ? നീ പോയിട്ട് സലാം പറ, നീ രക്ഷപ്പെടും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ.